പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ഹരിത ടീച്ചർ. എല്ലാവരും സുഖമായിരിക്കുന്നു അല്ലേ? ഞാനും സുഖമായിരിക്കുന്നു. COVID-19 വളരെ തീക്ഷ്ണമായ അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നിങ്ങളും ഞാനും നമ്മുടെ സമൂഹം മുഴുവനും വീടിനകത്തിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഈ രോഗത്തിൽ നിന്ന് മുക്തി നേടണമെന്നാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. എങ്കിലും നമുക്ക് തുടർന്നുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാതെ വയ്യല്ലോ. അതുകൊണ്ട് പഠന പ്രവർത്തനങ്ങൾക്കായി കൊടുവള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. 10ാം ക്ലാസ്സിലെ ഹിന്ദി പാഠഭാഗം ആണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. 10ാം ക്ലാസ്സിലെ ഹിന്ദി ടെക്സ്റ്റ് ബുക്ക് 5 യൂണിറ്റുകളാണ് ടെക്സ്റ്റ് ബുക്കിലുള്ളത്. ഒന്നാമത്തെ പാഠഭാഗം ബീർ ബഹൂട്ടി. ബീർ ബഹൂട്ടി ഒരു കഥയാണ്. ശ്രീ പ്രഭാതാണ് കഥാകാരൻ. അദ്ദേഹം ഒരു രാജസ്ഥാനി എഴുത്തുകാരനാണ്. ഒരു കഥാകാരൻ മാത്രമല്ല, ഒരു കവി കൂടിയാണ് അദ്ദേഹം. നമുക്ക് പഠിക്കാനുള്ള ബീർ ബഹൂട്ടി എന്ന് പറയുന്ന ഈ കഥ സ്നേഹത്തിന്റെ പ്രതീകമായിട്ടാണ് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. പാഠഭാഗം തുടങ്ങുന്നതിന് മുൻപേ പേജ് നമ്പർ 7 ഒന്ന് നോക്കൂ. അവിടെ ബേലയുടെയും സാഹിലിന്റെയും അതിമനോഹരമായ ചിത്രം കാണാം. ബേലയുടെ കൈക്കുമ്പിളിൽ നിറയെ ബീർ ബഹൂട്ടികളാണ്. സാഹിൽ വളരെ കൗതുകത്തോടെ അവ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു 4 വരി കവിത കാണാം. देखिए, प्यार बारिश की पहली बूंदों में है, प्यार फूलों की खुशबू में है, प्यार ढलते सूरज की किरणों में है, प्यार हर नए दिन की उम्मीद में है. यहाँ कहते हैं प्यार बारिश की पहली बूंदों में है. जब बारिश आती है, बारिश की पहली बूंदें आती है तो सब खुश होते हैं, सबको खुशी होती है. और फूलों के खुशबू से भी सबको खुशी मिलती है. और सूरज के ढलते किरणों से भी प्यार होती है. और प्यार हर नए दिन के उम्मीद में भी है. हर नए दिन हम ऐसे प्रतीक्षा में हैं. आगे ये दिन हमारे लिए बहुत अच्छा रहेगा. മഴയുടെ ആദ്യ തുള്ളിയിലും പൂക്കളുടെ നറുമണത്തിലും സൂര്യന്റെ അസ്തമനത്തിലും അതുപോലെ പുതിയ പ്രഭാതത്തിന്റെ പുതുമയിലും എല്ലാം നമുക്ക് ഒരു സ്നേഹത്തിന്റെ സ്പർശം കാണാം. സ്നേഹത്തോടെ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം സമീപിക്കുമ്പോൾ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു സന്തോഷം ലഭിക്കുകയുള്ളൂ. ഇവിടെ നമ്മുടെ ബീർ ബഹൂട്ടി എന്ന് പറയുന്ന ഈ കഥ, ബീർ ബഹൂട്ടി അസൽ में एक പ്രതീക് है, प्यार का प्रतीक है. സ്നേഹത്തിന്റെ ഒരു പ്രതീകമായിട്ടാണ് ബീർ ബഹൂട്ടിയെ ലേഖകൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. ബേലയുടെയും സാഹിലിന്റെയും നിഷ്കളങ്കമായ ആത്മാർത്ഥമായ സ്നേഹത്തിന്റെ പ്രതീകമാണ് ഈ ബീർ ബഹൂട്ടി. ഈ കഥ നമുക്ക് 4 ക്ലാസ്സുകളിൽ തീർക്കാമെന്നാണ് വിചാരിക്കുന്നത്. ബീർ ബഹൂട്ടി പേജ് നമ്പർ 8. തുടക്കത്തിൽ നമുക്കിവിടെ ഒരു QR കോഡ് കാണാം. ഈ കോഡ് നമ്മൾ നമ്മുടെ ഫോൺ ഉപയോഗിച്ച് സ്കാൻ ചെയ്താൽ അതിലെ വിഷ്വൽസ് എന്താണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതില് ബീർ ബഹൂട്ടികളെ ആണ് ചിത്രീകരിച്ചിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം. बारिश कितनी सुहावनी है, चारों ओर हरियाली ही हरियाली. बारिश की पहचान है बीर बहूटियां.
कि ये वीर बहुटियां बहुत मुलायम भी है। ये अकेले नहीं जोड़ों में पाई जाती है। बच्चे बुजुर्ग इन्हें बहुत पसंद करते हैं। കുട്ടികളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? ഇനി നമുക്ക് പാഠഭാഗം ഒന്ന് വായിക്കാം. बीर बहुटी प्रभात. बादल बहुत बरस लिए थे, फिर भी बहुत सारा पानी उनमें बचा हुआ था. वे खेतों जंगलों के ऊपर छाए हुए थे. सारा आकाश मेघों से भरा था. मेघों की छायाओं में गीली हवाएं इधर उधर घूम रही थी. पेड़ों के तने अभी भी गीले थे. मूंगफलियों के हरे खेतों में पीले फूल अभी भी गीले थे. खेतों में छोटा छोटा बाजरा उगा था. बाजरे के लंबे पतले पातों पानी की बूंदें अड़की हुई थी. बारिश की हवा में गीले खेतों और बारिश की हरियाली की गंध घुली हुई थी. പ്രകൃതിയില് മഴ പെയ്ത ശേഷമുള്ള പ്രകൃതിയുടെ അവസ്ഥ, ആ ഒരു വർണ്ണനയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ബാദൽ ബഹത് ബരസ് ലിയേ ഥേ, മഴ നന്നായിട്ട് പെയ്തു. ഫിർ ഭി ബഹത് സാരാ പാനി ഉൻമേ ബച്ചാ ഹുവാ ഥാ. ഫിർ ഭി എന്നിരുന്നാലും ഇനിയും ധാരാളം മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. വേ ഖേത്തോ ജംഗലോं के ऊपर छाए हुए थे. वे माने यहाँ क्या है? ബാദൽ. ഈ ബാദൽ കാടുകളുടെ മുകളിലും വയലുകളുടെ മുകളിലുമെല്ലാം പരന്നിരിക്കുകയാണ്. കറുകറുത്ത മേഘങ്ങൾ. ആ കറുത്ത മേഘങ്ങളിൽ നിന്നാണ് മഴ പെയ്യാൻ പോകുന്നത്. സാര ആകാശ് മേഘും സേ ബരാഥ. ആകാശം മുഴുവൻ എന്താണ്? മേഘങ്ങളാണ്. മേഘോं की छायाओं में गीली हवाएं इधर उधर घूम रही थी. തണുത്ത കാറ്റുണ്ട്. ആ കാറ്റില് മേഘങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പെടുങ്കി തനെ അഭിബി ഗീലേ ഥേ. നേരത്തെ പെയ്ത മഴയിൽ മരങ്ങളെല്ലാം നനഞ്ഞിരിക്കുകയാണ്. ആ നനവിൽ മരങ്ങളുടെ സ്റ്റെമ്മ്, തടി ഭാഗം ഇപ്പോഴും നനഞ്ഞിരിക്കുകയാണ്. നേരത്തെ പെയ്ത മഴയുടെ നനവ് ഇപ്പോഴും ആ മരത്തിന്റെ തടിയിലൊക്കെ കാണാം. मूंगफलियों के हरे खेतों में पीले फूल अभी भी गीले थे. മൂംഗ്ഫലി മനെ ക്യാ ഹെ? നിലക്കടല, ഗ്രൗണ്ട് നട്ട്. ഈ നിലക്കടലയുടെ ചെടികളിൽ മഞ്ഞ കളറുള്ള പൂവാണ്. ആ പൂക്കൾ വളരെ മനോഹരമാണ്. ആ നനഞ്ഞിരിക്കുന്ന ആ ഒരവസ്ഥയിൽ നിലത്ത് നിറയെ മഞ്ഞ പൂക്കൾ വിരിഞ്ഞിരിക്കുന്നു. ഉന്മേ छोटे छोटे बाजरा भी था. एक और दूसरे और क्या है? बाजरा भी है. ചോളം. നിങ്ങൾ കഴിച്ചിട്ടില്ലേ ചോളം? നമ്മൾ കഴിക്കുന്ന പോപ്കോൺ എന്ന് പറയുന്ന സാധനം. ഈ ചോളത്തിന്റെ ചെടിയാണ് മറ്റൊരു ഭാഗത്ത് കാണാൻ കഴിയുന്നത്. ബാജരയ്ക്ക് ലംബേ പത്ലേ പാത്തോമേ പാനി കി ബൂന്തേ അടക്കി ഹുയി ഥി. ബാജറയുടെ നീളമേറിയ ഇലകൾ, നീളമുള്ള ഇലകളാണ്. ആ നീളമുള്ള ഇലകളിലെ വെള്ളത്തുള്ളികൾ ഇപ്പോഴും പറ്റിപ്പിടിച്ചിരിക്കുന്നു. മഴ പെയ്തതിന്റെ നനവ് മാറിയിട്ടില്ല എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. बारिश की हवा में गीले खेतों और बारिश की हरियाली की गंध घुली हुई है. ആ വരുന്ന തണുത്ത കാറ്റിൽ നിന്നും മഴയുടെ ഒരു ഗന്ധമുണ്ട്. ആ വയലേലകളിലും ആ പച്ചപ്പിലും ഒക്കെ നമുക്ക് ഇനിയും മഴ പെയ്യാനുണ്ട് എന്നുള്ള ഒരു സാധ്യതയാണ് ഇവിടെ കഥാകാരൻ പറയുന്നത്. ആगे देखिए. उन्हें बीर बहुटियों से मिलना होता था, सो वे स्कूल के लिए घर से कुछ समय पहले निकल आते थे. कस्बे से सटे इन खेतों में बीर बहुटियां घोजा करते थे. सुर्ख मुलायम गदबदी बीर बहुटियां, धरती पर चलती फिरती खून की प्यारी प्यारी बूंदें. उनके बस्ते उनकी पीठ पर लदे होते थे, कंधे पर टंगे होते थे.
वे एक दूसरे के बहुत नजदीक रहकर, बल्कि कहना चाहिए बिल्कुल सट कर वीर बहुटियां खोजते थे। उन्हें देखने के लिए वे बारिश की गंध भरी भूरी जमीन पर बैठ जाया करते थे। उन्हें वीर बहुटियों से मिलना होता था। അവർക്ക് വീർ ബഹുട്ടിയെ കാണണമായിരുന്നു। അവർക്ക് उन्हें माने അവർക്ക്, उन्हें माने यहाँ कौन है, किन्हें, ബേല और സാഹിൽ को। നമ്മൾ തുടക്കത്തിൽ ബേലയെ പറ്റിയും സാഹിലിനെ പറ്റിയും പറഞ്ഞിരുന്നു. പക്ഷെ കഥാകാരൻ ഇതുവരെ അവരെ പറ്റി പറഞ്ഞിട്ടില്ല. ഉൻഹേം എന്നാണ് ഇവിടെ പറഞ്ഞു തുടങ്ങുന്നത്. ഉൻഹേം വീർ ബഹുട്ടിയും സേ മിൽനാ ഹോത്താ ഥാ, അവർക്ക് വീർ ബഹുട്ടിയെ കാണണമായിരുന്നു। സുബേ സ്കൂൾ के लिए घर से कुछ समय पहले निकल आते थे, അതുകൊണ്ട് അവർ സ്കൂളിലേക്ക് കുറച്ചു നേരത്തെ പുറപ്പെട്ടു। स्कूल के लिए पहले जाने का, निकलने का उद्देश्य क्या है, क्योंकि स्कूल पहुंचने से पहले उनको वीर बहुटियों से मिलना है, वीर बहुटियों को खोजना है। किन्हें खोजना है, बेला और साहिल को। कस्बे से सटे इन खेतों में वीर बहुटियां खोजा करते थे। അപ്പോൾ ഇവരെവിടെയാണ് ഈ വീർ ബഹുട്ടിയെ അന്വേഷിച്ച് പോകുന്നത്? ഇവര് താമസിക്കുന്നത് ഒരു കസ്ബയാണ്. കസ്ബ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്മോൾ ടൗൺ, ചെറിയ ഒരു പട്ടണത്തിലാണ് നമ്മൾ പറയുന്നത് കസ്ബ എന്ന് പറയുന്നത്. ആ കസ്ബയില് ഇവരുടെ സ്കൂളിന്റെ അടുത്ത് ഒരു വയലുണ്ട്. ആ വയലിലാണ് ഈ വീർ ബഹുട്ടിയെ അന്വേഷിച്ച് ഇവര് പോകുന്നത്. ഇനി പറയാൻ പോകുന്നത് വീർ ബഹുട്ടിയുടെ പ്രത്യേകതകളാണ്. നോക്കൂ, ഇത് പ്രധാനപ്പെട്ടതാണ്. സുർഖ്, മുലായം, ഗദ്ബദി വീർ ബഹുട്ടിയ। വീർ ബഹുട്ടിയ कैसे है? वे सुर्ख है, मुलायम है, गद्बदी है। तो മൂന്ന് വിശേഷണങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സുർഖ്, മുലായം, गद्बदी वीर बहुटिया। ऐसे वीर बहुटियों को मिलने के लिए ही वे घर से पहले ही निकले थे। धरती पर चलती फिरती खून की प्यारी प्यारी बूंदे। ഭൂമിയിലൂടെ നടന്നു പോകുന്ന രക്തത്തുള്ളികളാണോ എന്ന് നമുക്ക് തോന്നും ആരെ കണ്ടാല്, വീർ ബഹുട്ടിയെ കണ്ടാൽ। അപ്പോ ചൽത്തി ഫിർത്തി ഖൂൻ കി പ്യാരി പ്യാരി ബൂന്ദേ, നടന്നു പോകുന്ന ചോരത്തുള്ളികൾ। വീർ ബഹുട്ടിയെ പറ്റി അദ്ദേഹം പറയുന്നത് അങ്ങനെയാണ്, നടന്നു പോകുന്ന ചോരത്തുള്ളികളാണോ എന്ന് തോന്നും. കാരണം അതിന്റെ സുർക്ക്, സുർക്ക് എന്നുള്ളതിന്റെ മീനിങ് നമ്മൾ പറഞ്ഞു. എന്താണ് സുർക്ക് പറഞ്ഞ? റെഡ്, മുലായം സോഫ്റ്റ്, ഗദ്ബദി वो भी कोमल सॉफ्ट। उनके बस्ते उनके पीठ पर लदे होते थे। അവരുടെ ബാഗ് അവരുടെ പുറത്താണ് ഉണ്ടായിരുന്നത്. കുട്ടികളുടെ ബാഗ് പുറത്ത് ഇട്ടിരിക്കുകയാണ്. ബാഗിൽ നിറയെ ഇവരുടെ സ്കൂളിലേക്കുള്ള സാധനങ്ങളൊക്കെയാണ്. നമ്മളിവിടേക്കുള്ള കുട്ടികൾ ചെയ്യുന്ന പോലെ തന്നെ. ഉൻകെ ബസ്തേ, ബസ്തേ മാനെ ബാഗ്, ഉൻകെ ബസ്തേ പീഠ് पर लदे होते थे, कंधे पर टंगे थे, ഷോൾഡറിൽ തൂക്കിയിട്ടിരിക്കുകയാണ്। वे एक दूसरे के बहुत नजदीक रहकर, बल्कि कहना चाहिए बिल्कुल सड़कर वीर बहुटियां खोजते थे। അവര് രണ്ടുപേരും വളരെ ക്ലോസ് ആയി ഇരുന്നിട്ടാണ് ഈ വീർ ബഹുട്ടിയെ പെറുക്കിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് സ്ഥലകാല ബോധമില്ല, ഒന്നും അവർ ചിന്തിക്കുന്നില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ വീർ ബഹുട്ടിയെ പെറുക്കണം എന്നുള്ളത് മാത്രമാണ് അവരുടെ ചിന്ത। उन्हें देखने के लिए वे बारिश की गंध भरी भूरी जमीन पर बैठ जाया करते थे। സ്കൂൾ യൂണിഫോമിലാണ് എന്നൊക്കെ അവർ മറന്നു പോകുന്നുണ്ട് ഇടയ്ക്ക്. അവര് സ്കൂൾ യൂണിഫോമില് തറയിൽ അങ്ങ് ഇരിക്കുകയാണ്. ഭൂരി, ഭൂരി എന്ന് പറഞ്ഞാൽ എന്താ? ബ്രൗൺ കളർ, ബ്രൗൺ കളറിലുള്ള जमीन पर बैठ जाया करते थे, मिट्टी में भी बैठ जाया करते थे। कभी कभी वे भूल जाते हैं स्कूल जाने के लिए ही निकला है, फिर भी वे वहां बैठकर वीर बहुटियों को खोजा करते थे। कैसे खोजा करते थे? बहुत नजदीक बैठकर ही वे वीर बहुटियों को खोजा करते थे। बेला, देखो इस वीर बहुटी का रंग तुम्हारे रिबन के जैसा लाल है, साहिल ने कहा। तुमने कुछ सुना बेला? हाँ सुना, पहली गंडी लग गई है, लेकिन मुझे पेन में स्याही भरवानी है दुकान से। बेला, देखो इस वीर बहुटी का रंग तुम्हारे रिबन के जैसे लाल है, साहिल ने कहा।
സാഹിൽ അപ്പോഴാണ് അത് ശ്രദ്ധിച്ചത്. സാഹിൽ പറയാണ്, നോക്കൂ ബേല, നിന്റെ റിബണിന്റെ അതേ കളറാണ് ബീർബഹുട്ടി. രണ്ടും റെഡ് ഇൻ കളർ, ചുമന്ന കളറിലാണ്. റിബണും ചുമപ്പാണ്, ബീർബഹുട്ടി ചുമപ്പാണ്. തുമ്നെ കുച്ച് സുനാ ബേല? അപ്പോഴാണ് സാഹിൽ എന്തോ കേട്ടത്. അത് ബേലയും കേട്ടോ എന്ന് ഉറപ്പുവരുത്തുന്നതിനായിട്ട് അവൻ ചോദിക്കുകയാണ്, നീ എന്തെങ്കിലും കേട്ടോ? ഹാ സുനാ, പെഹലി ഗണ്ടി ലഗ് ഗയി ഹെ. അതെ, ഫസ്റ്റ് ബെല്ലടിച്ചു, ഞാൻ കേട്ടു. അപ്പോഴേക്ക് പിന്നെ സാഹിൽ എന്താ പറയണത്? ലേക്കിൻ മുझे പെൻ മേ സ്യാഹി ഭർവാനി ഹെ ദുകാൻ സെ. ഇന്നത്തെ പോലെ ബോൾ പോയിന്റ് പെന്നല്ല, ഫൗണ്ടൈൻ പെന്നാണ്, മഷി നിറയ്ക്കണം. അപ്പോൾ അന്ന് കടയിൽ പോയിട്ടാണ് മഷി നിറയ്ക്കുന്നത്. അപ്പോൾ കടയിൽ കൊണ്ടുപോയി പെന്നിൽ മഷി നിറയ്ക്കണം എന്നാണ് അവൻ പറയുന്നത്. ഫസ്റ്റ് ബെല്ല് അടിച്ചു കഴിഞ്ഞ് സ്കൂളിൽ ലേറ്റ് ആവും. 1981 का साल राजस्थान में जयपुर के नजदीक सवारी गाड़ियों और माल गाड़ियों से सदा भरा फुलेरा जंक्शन, कस्बे की लगभग सूनी तंग गलियों में खामोश खड़े बिजली के खंभे, खंभों के बीच घिंची तारों की कतारें। इन गलियों में जहां तहां दिखाई पड़ते मीठी घंटियों बजाते फेरी वाला। एक अंधेरी सी गली में 6-7 गधे की घुरों की टापों की आवाजें, उनके पीछे चलता एक बदन उखाड़ते कुम्हार। इसी दृश्य के बीच से गुजरते हुए 2 स्कूली बच्चे, बेला और साहिल। उन दिनों में पेन में 5 पैसे में नीली स्याही भरी जाती थी। स्टेशनरी की दुकान वाले ड्रॉपर से पेन में स्याही भर। 1981 का साल 1981। राजस्थान में जयपुर के नजदीक सवारी गाड़ियों और माल गाड़ियों से सदा भरा फुलेरा जंक्शन. രാജസ്ഥാനിലെ ജയ്പൂരിനടുത്തുള്ള വളരെ തിരക്കേറിയ ഒരു ജംഗ്ഷനാണ് ഫുലേര ജംഗ്ഷൻ. അവിടെ ധാരാളം ഗുഡ്സ് ട്രെയിനും ഉണ്ട്, അതുപോലെ ട്രാവലർ ട്രെയിനും ഉണ്ട്. ഇങ്ങനെയുള്ള ട്രെയിനുകളൊക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു ജംഗ്ഷനാണ്. വളരെ തിരക്കേറിയ ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഫുലേര ജംഗ്ഷൻ. അത് കഴിഞ്ഞ് കസ്ബേക്ക് ലഗ്ഭഗ് സുനി തങ്ക് ഗലിയാം, ആ ഒരു ഭാഗം കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ആ കസ്ബ പുരാ ശൂന്യ ഹെ, സുനി തങ്ക് ഗലിയാ ഹെ. വളരെ നാരോ ആണ്. തങ്ക് മാനേക്കാ ഹെ നാരോ, വളരെ ഇടുങ്ങിയ വഴികളാണ്. ഇടുങ്ങിയ വഴികളൊക്കെ അധികം ആരും സഞ്ചരിക്കുന്നില്ല ആ സമയത്ത്. ഈ 2 കുട്ടികൾ സ്കൂളിൽ പോകുന്ന ഒരു സമയമാണ്. ഗലിയോമേം ഖാമോഷ് കെടേ ബിജ്ലി കെ ഖംബെ, ആ സ്ട്രീറ്റില് വളരെ ഖാമോഷ് എന്ന് പറഞ്ഞാൽ എന്താ, നിശബ്ദമായിട്ട് സൈലന്റ് ആയിട്ട് നിൽക്കുന്ന എന്തിനെ നമുക്ക് കാണാം, എന്താ നമുക്ക് കാണാൻ പറ്റുന്നത്? ബിജ്ലി കി ഖംബെ. ബിജ്ലി കി ഖംബെ മാനെ ക്യാ ഹെ? ഇലക്ട്രിക് പോസ്റ്റുകൾ. ഇലക്ട്രിക് പോസ്റ്റിൽ എന്തുണ്ട്? ബിജ്ലി കെ ഖംബെ മേ വഹാ ഖീഞ്ചി താരോ, താർ മാനെ ക്യാ ഹെ? കമ്പികൾ. ഇൻ ഗലിയോ മേ ജഹാ തഹാ ദിഖായി പड़ते ഹെ മീട്ടി ഘണ്ടിയാ ബജത്തെ ഫേരി വാല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവിടെ കാണാൻ പറ്റുന്ന മറ്റൊരു കാഴ്ച എന്താണ്? ഫേരി വാല. ഫേരി വാല മാനെ ക്യാ ഹെ? ഉന്തുവണ്ടിയും കൊണ്ടുപോകുന്ന സാധനങ്ങൾ വിൽക്കുന്ന ആളുകൾ. അങ്ങനെയുള്ള ആളുകളെ കാണാം. അവരുടെ കയ്യിൽ എന്തുണ്ടാവും? ഒരു മണി ഉണ്ടാവും. ആ മണി ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. ആ മണി അടിക്കുന്നത് കേൾക്കുമ്പോഴാണ് അങ്ങനെ ഉന്തുവണ്ടിക്കാരൻ പോകുന്നുണ്ട് എന്നുള്ളത് മറ്റുള്ളവർ തിരിച്ചറിയുന്നത്. അപ്പൊ അങ്ങനെ പോകുന്ന ഉന്തുവണ്ടിക്കാരുണ്ട്. പിന്നെ അവിടെ കാണുന്ന മറ്റൊരു കാഴ്ച എന്താണ്? ഏക് അന്ധേരി സി ഗലീമേ 6-7 ഗദ്ധോं के घुरों की टापों की आवाज. ഒരു 6-7 കഴുതകളെ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. ആ കഴുതകൾ നടക്കുമ്പോഴുള്ള അവരുടെ കുളമ്പടി ശബ്ദം ഇത് കേൾക്കാം. അപ്പോ ഉൻകെ പീച്ചെ ചൽത്താ ഏക് ബദൻ ഉഘാട്ടാ കുംഹാർ. അപ്പൊ ഈ കഴുതകളുടെ പിന്നില് ഒരു മനുഷ്യൻ, ഒരു കുശവനാണ്. ഒരു കുശവൻ എന്ത് ചെയ്യുന്നു എന്ന് പറയുന്നത്, ഈ കഴുതകളുടെ പുറത്ത് മണ്ണ് നിറച്ച് അദ്ദേഹത്തിന് ചട്ടികളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളും കൊണ്ട് പോകുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു കാഴ്ചയും നമുക്ക് അവിടെ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. പിന്നെന്താ, ഇസി ദൃശ്യക്കെ ബീച്ച്, ഈ ദൃശ്യങ്ങളുടെയൊക്കെ ഇടയിലൂടെയാണ് ആര് പോകുന്നത്? 2 സ്കൂളി ബച്ചേ,
ഇത്ര നേരം നമ്മളോട് പേര് പറഞ്ഞിട്ടില്ല, ഇപ്പോഴാണ് പറയണത് ബേല ഓർ സാഹിൽ. ഈ രണ്ട് കുട്ടികൾ ഈ ദൃശ്യങ്ങളുടെ ഇടയിലൂടെയൊക്കെയാണ് പോകുന്നത്. ഇപ്പൊ നമ്മളിവിടെ കണ്ട ദൃശ്യങ്ങൾ എന്തൊക്കെയാണ്? ഫുലേര ജംഗ്ഷൻ, അവിടെ ജയ്പൂരിന്റെ നസ്ദീഖാണ് ഈ സംഭവം നടക്കുന്നത്. ഫുലേര ജംഗ്ഷൻ വളരെ തിരക്കേറിയ ജംഗ്ഷനാണ്. അവിടെ മാൽ ഗാഡിയാ ഹെ और സവാരി ഗാഡിയാ ഭി ഹെ. അത് കഴിഞ്ഞ ശേഷം വഹാ സൂനി തങ്ക് ഗലിയാ ഹെ, നാരോ സ്ട്രീറ്റഡ് ആയിട്ടുള്ള ഏരിയ ആണ് വരുന്നത്. പിന്നെയോ അവിടെ ഖമോഷ് ഹെ और वहाँ बहुत सारे बिजली के खंभे हैं. उन खंभों में ഒരു പോസ്റ്റിൽ നിന്ന് മറ്റൊരു പോസ്റ്റിലേക്ക് ഇലക്ട്രിക് ലൈനുകൾ ഇങ്ങനെ വലിഞ്ഞു കിടക്കുന്നത് ഒരു പിക്ചർ. അതിന്റെയൊക്കെ ഒരു പിക്ചർ നമ്മുടെ മനസ്സിലേക്ക് വരാൻ വേണ്ടിയാണ്. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ആ പിക്ചറൊക്കെ വന്നിരിക്കണം. ഇങ്ങനെ പോസ്റ്റിൽ നിന്ന് മറ്റൊരു പോസ്റ്റിലേക്ക് ഇങ്ങനെ ലൈൻ പോകുന്നത്. അതുപോലെ കുറെ കഴുതകൾ, ഒരു 5-6 കഴുതകളെയും കൊണ്ട് ഒരു മനുഷ്യൻ, ഷർട്ടൊന്നും ഇടാത്ത ഒരാള് കഴുതകളെ കൊണ്ടിങ്ങനെ പോകുന്നു. അവരുടെ കുളമ്പടിയുടെ ശബ്ദം. പിന്നെ നമ്മൾ കേൾക്കുന്ന മറ്റൊരു ശബ്ദം എന്താണ്? ഫേരിവാല. ഈ ഫേരിവാല സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി നടക്കുന്ന മനുഷ്യനാണ്. അദ്ദേഹത്തിന് മണിയുടെ ശബ്ദം കേൾക്കാം. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് ദൃശ്യങ്ങൾ മാത്രമാണ് ഈ ഫുലേര ജംഗ്ഷനിൽ, ജയ്പൂരിന് തൊട്ടടുത്തുള്ള ഫുലേര ജംഗ്ഷനിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിനിടയിലൂടെയാണ് നമ്മുടെ കഥാനായകനും നായികയും പോകുന്നത്, ബേലയും സാഹിലും പോകുന്നത്. ഓക്കെ, അപ്പോ എന്തിനാണ് ഇപ്പൊ അവര് തിരക്കിട്ട് പോകുന്നത്? നേരത്തെ നമ്മളോട് പറഞ്ഞതാണ്. എന്തായിരുന്നു? അവരുടെ പെന്നിലെ, സാഹിലിന്റെ പെന്നിലെ മഷി തീർന്നുപോയി. മഷി നിറയ്ക്കണം. എവിടുന്നാ മഷി നിറയ്ക്കുന്നത്? സ്റ്റേഷനറിയിൽ പോയിട്ട് മഷി നിറയ്ക്കണം. അപ്പം ദുക്കാൻ വാല ഡ്രോപ്പർ എന്ന് പറഞ്ഞാൽ ഡ്രോപ്പ് ചെയ്ത് വിടുന്ന, തുള്ളി ആയിട്ട് ഉറ്റിച്ചു കൊടുക്കുന്ന ഒരു ഡ്രോപ്പർ ഉണ്ട്. ആ ഡ്രോപ്പറിലൂടെയാണ് മഷി ഉറ്റിച്ചു കൊടുക്കുന്നത്. ഓക്കെ, ഇതുവരെയാണ് നമ്മൾ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞു വന്നത് ബീർബഹൂട്ടി എന്ന് പറയുന്ന കഥയിലുള്ള പ്രധാന അംശങ്ങൾ. ഇതുവരെ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ മഴ കഴിഞ്ഞതിന് ശേഷമുള്ള പ്രകൃതിയിലെ വർണ്ണന, എങ്ങനെയൊക്കെയായിരുന്നു പ്രകൃതിയിൽ മഴയ്ക്ക് ശേഷം ഉണ്ടായിരുന്ന അവസ്ഥ, അതിനുശേഷം പുറത്തു വരുന്ന ബീർബഹൂട്ടികൾ, ബീർബഹൂട്ടിയുടെ കളറ്, അതിന്റെ പ്രത്യേകതകൾ, ബീർബഹൂട്ടിയെ കാണുന്ന ബേലയും സാഹിലും, കാണുന്നതിനായിട്ട് നേരത്തെ ഇറങ്ങി വരുന്ന ബേലയും സാഹിലും അവർ വളരെ കൗതുകത്തോടെ ബീർബഹൂട്ടിയെ പൊറുക്കുന്നതും അതിനുശേഷം മഷി നിറയ്ക്കാൻ പോകുന്നത് വരെയുള്ള ഒരു സന്ദർഭം നമ്മൾ കണ്ടു. പിന്നെ ആ ഫുലേര ജംഗ്ഷനിലുള്ള പ്രകൃതിയുടെ വർണ്ണന, അവിടെയുള്ള ഒരു പിക്ചർ നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തത്. അപ്പോൾ ഇവിടെ ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു വർക്ക് ബേലയും സാഹിലും തമ്മിലുള്ള ഒരു വാർത്താലാപം. ബേല ഓർ സാഹിൽ കെ ബീച്ച് കാ വാർത്താലാപം. ഏതാ സന്ദർഭം വരിക? അവർ വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങുന്നത്, സ്കൂളിലേക്ക് നേരത്തെ ഇറങ്ങുന്നതാണ്. ആ ഒരു സന്ദർഭത്തിൽ ബീർബഹൂട്ടിയെ പെറുക്കാനായിട്ടാണ് അവർ നേരത്തെ ഇറങ്ങുന്നത്. ആ ഒരു സന്ദർഭത്തിൽ അവർ തമ്മിലുള്ള ഒരു സംഭാഷണമാണ് എഴുതേണ്ടത്. അപ്പോൾ ഞാൻ ആ ക്വസ്റ്റ്യൻ ഇവിടെ കൊടുക്കാം. बेला और साहिल घर से कुछ देर पहले निकले. वे खेतों में बीरबहूटियों को खोजते हैं. इस प्रसंग में उन दोनों के बीच का संभावित वार्तालाप तैयार करें. അപ്പോൾ ഇതുവരെ പഠിച്ച ഭാഗങ്ങൾ വീണ്ടും വീണ്ടും വായിക്കുക. ചെറിയ ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും നിങ്ങൾ തന്നെ തയ്യാറാക്കുക. ടീച്ചർ ഇവിടെ ഒരു വർക്ക് തന്നിട്ടുണ്ട്. ആ വർക്ക് നിങ്ങൾ അടുത്ത ദിവസം തന്നെ ചെയ്ത് എൻ്റെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് അയക്കുക. പിന്നീട് ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി. നന്നായിട്ട് വായിക്കുക. അതിന് തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാവുന്നതാണ്.